കൊച്ചു കൊച്ചു പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത, പീഡിപ്പിച്ച ഈ അടുത്ത കാലത്ത് വെച്ച് ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരനും നരാധമനുമായ ഒരുവന്റെ കൈകളിലേക്ക് എത്തിയത് അള്ളാഹുവിന്റെ പരിഭാവനമായ പരിശുദ്ധ കഅബയുടെ കിസ്വയുടെ തുണിക്കഷ്ണങ്ങളായിരുന്നു. നമുക്കറിയാം, ലോക മുസ്ലിമീങ്ങൾ വളരെയധികം ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന പരിപാവനമായ പരിശുദ്ധ കഅബ. ആ കഅബയിൽ അണിഞ്ഞിരിക്കുന്ന ആ പരിപാവനമായ കിസ്വ, അത് ഒരു കഷ്ണമെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ലോകത്തുണ്ടാവുകയില്ല. അത്തരത്തിൽ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്ന ആ കറുത്ത കിസ്വ ചെന്നെത്തിയത് ആ നരാധമന്റെ കൈകളിലേക്കാണ്. ആ നരാധമൻ ആരാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ലോകോത്തര തലത്തിൽ വലിയ രീതിയിൽ വിവാദമായി മാറിയ, വലിയ രീതിയിൽ ചർച്ചയായ, എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സുകളും ചിത്രങ്ങളും വീഡിയോസുകളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് പേജുകൾ വരുന്ന ആ ഫയൽസിലെ ഓരോ വിവരങ്ങളും കണ്ട് ലോകം മുഴുവനും ഞെട്ടിയിരിക്കുകയാണ്. പല പ്രമുഖരുടെയും പേരുകളുണ്ട്. രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങളായ സെലിബ്രിറ്റികൾ, അതോടൊപ്പം ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ പലരുടെയും പേരുകൾ ആ ഒരു ഫയലിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 13ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്ന ആ ക്രൂരതയേറിയ ആ ഫയലുകൾക്കിടയിലാണ് ഇത്തരത്തിൽ കിസ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പരാമർശിക്കപ്പെടുന്നത്. അസീസ അൽ അഹമ്മദി എന്ന് പറയുന്ന UAE-യിലുള്ള ഒരു ബിസിനസ്സുകാരിയാണ് 2017 തുടക്കത്തിൽ ഈ കയറ്റുമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ മെയിലുകളിൽ നിന്നും, അതായത് ഈ എപ്സ്റ്റൈൻ ഫയലുകളിലെ മെയിലുകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നല്ല, 3 വിശുദ്ധ വസ്തുക്കളാണ് അയച്ചു കൊടുത്തത്. കഅബയുടെ അകത്തുള്ള ഒരു കഷ്ണം തുണി, പിന്നീട് ഉപയോഗിച്ചൊരു പുറം തുണി, കൂടാതെ ഉപയോഗിക്കാത്ത മറ്റൊരു കഷ്ണം. 2017 മാർച്ചിലാണ് ഈ കിസ്വകൾ ഇത്തരത്തിൽ എപ്സ്റ്റൈൻ്റെ ഫ്ലോറിഡയിലെ വീട്ടിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലൈംഗിക കുറ്റവാളിയായി എപ്സ്റ്റൈൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ഇത് നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നമുക്കറിയാം, കിസ്വ എന്നുള്ളത് അതൊരു സാധാരണ തുണിയല്ല, അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ലോകത്തെ ആദ്യത്തെ ഭവനമായ ആ പരിശുദ്ധ കഅബയിൽ പുതച്ചിരിക്കുന്ന തുണിയാണ് കിസ്വ. അതുമാത്രമല്ല, ആ കിസ്വകളിൽ അള്ളാഹുവിൻ്റെ പരിഭാവനമായ ഖുർആനിലെ വചനങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വമേറിയ നാമങ്ങളും സ്വർണ്ണ നൂലുകളാൽ തുന്നിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നാം പ്രത്യേകം മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണീരും അർപ്പിക്കുന്ന ആ വിശുദ്ധമായ ആ ഒരു കിസ്വ ഇത്രയും മോശമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകിയത് വലിയ അനാദരവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്നവൻ, അവനൊരു സാധാരണ ഒരു കുറ്റവാളിയായിരുന്നില്ല, കൊടും കുറ്റവാളിയായിരുന്നു. കൊച്ചു പെൺകുട്ടികളെപ്പോലും, അതിൽ പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെപ്പോലും തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ലോകം കണ്ട കൊടും കുറ്റവാളിയാണ്. അമേരിക്കയിലുള്ള വലിയ സമ്പന്നനാണ്, ശതകോടീശ്വരനാണ്. അതുകൊണ്ട് തന്നെ ലോകത്താകമാനമുള്ള രാഷ്ട്രീയക്കാരുമായും സെലിബ്രിറ്റികളുമായും അതോടൊപ്പം സയന്റിസ്റ്റുകളുമായിട്ടുമൊക്കെ വലിയ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു ഇവൻ. ഇവന് 75 ഏക്കറുള്ള സ്വന്തമായ ഒരു ദ്വീപുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ദ്വീപാണ്. അവിടെ ഹെലിപ്പാഡുകളുണ്ട്, ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള സംവിധാനം, വലിയ മൈതാനങ്ങൾ, വലിയ വലിയ ബംഗ്ലാവുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ജിം, അങ്ങനെ അടക്കമുള്ള എല്ലാ സകല സംവിധാനങ്ങളുമുള്ള ഒരു വലിയൊരു കൂറ്റൻ ദ്വീപ്. ആ വലിയ ദ്വീപിൽ കൊട്ടാരം പോലുള്ള വലിയൊരു ആഡംബര ബംഗ്ലാവ് നിർമ്മിച്ച് അതിനകത്ത് സുഖവാസത്തോടുകൂടി ജീവിക്കുകയായിരുന്നു ഇവൻ. അയൽദ്വീപുകളിൽ താമസിക്കുന്നവർ ഈ ദ്വീപിനെ വിളിച്ചിരുന്നത് പീഡോഫൈൽ ഐലൻഡ് എന്നായിരുന്നു. ഈ ദ്വീപിൽ വെച്ചുകൊണ്ടായിരുന്നു കേട്ടാൽ ഞെട്ടുന്ന അതിക്രൂരമായ സംഭവങ്ങൾ ഈ നരാധമൻ ചെയ്തുകൊണ്ടിരുന്നത്. 12നും 17ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ ഈ ദ്വീപിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി. പല പെൺകുട്ടികളും അനാഥരായ പെൺകുട്ടികളാണ്, ദരിദ്രരായ പെൺകുട്ടികൾ. അത്തരത്തിലുള്ള ആ പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് നല്ല ശമ്പളമുള്ള ജോലി നൽകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഹ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ആ പാവപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ ഈ ദ്വീപിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പിന്നീട് അവിടെ വന്നതിന് ശേഷമാണ് ആ പെൺകുട്ടികൾക്ക് അവർക്ക് പറ്റിയ ആ വലിയ ചതി മനസ്സിലാകുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ പോലും ആ പാവങ്ങൾക്ക് സാധിക്കില്ല. കാരണം ചുറ്റും കടലുകളാണ്. ലക്ഷക്കണക്കിന് വരുന്ന ആ ഒരു എപ്സ്റ്റൈൻ ഫയലുകളിലെ പേജുകളിൽ അതിൽ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. ഈ ഒരു ദ്വീപിലേക്ക് പ്രമുഖരായിട്ടുള്ള പല സെലിബ്രിറ്റികളും പല രാഷ്ട്രീയക്കാരും ശാസ്ത്രജ്ഞരും അവിടേക്ക് വന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വർഷങ്ങളായി ഇത്തരത്തിൽ ക്രൂരമായ ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങൾ വർഷങ്ങളായി ആ ദ്വീപിൽ നടന്നുകൊണ്ടേയിരുന്നു. പുറലോകത്തൊരു മനുഷ്യൻ പോലും അറിഞ്ഞില്ല.
കാരണം അയാൾ അതിസമ്പന്നനായിരുന്നു. ഈ ഒരു സംഭവങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിനും കോടികൾ കൊടുത്ത് പണം കൊടുത്ത് പല രാഷ്ട്രീയക്കാരെയും ഇയാൾ സ്വാധീനിച്ചു എന്നുള്ളതാണ്. എന്നാൽ 2005 മാർച്ചിലാണ് ഇയാൾക്കെതിരെ ആദ്യമായി ഒരു പരാതി വരുന്നത്. പരാതി കൊടുത്തത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അവളുടെ മാതാപിതാക്കളുമാണ്. തൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് അത് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ ഒരു പരാതി. ഇയാളുടെ അടുത്തേക്ക് പോയ മറ്റു കുട്ടികളെ അറിയാമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആ കുട്ടികൾ മറ്റു 2 പേരുടെ പേരുകൾ പറഞ്ഞു. അവരോട് ചോദിക്കുമ്പോൾ അവർ വേറെ 2 പേരുകൾ പറയുന്നു. അങ്ങനെ ആ ഒരു ശൃംഖല നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഇത് നിസ്സാര കാര്യമല്ല എന്നവർ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ അവർ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇയാളെ പോലീസ് പിടികൂടുകയാണ്. 2008 ജൂണിൽ ഇയാൾക്ക് 18 മാസത്തെ ശിക്ഷ വിധിക്കുകയാണ്. പക്ഷേ ആ ശിക്ഷാ കാലയളവിൽ ഇയാൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഇയാൾക്ക് ആ ജയിലിൽ വെച്ച് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾ ആ ഒരു ജയിൽ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അന്വേഷണങ്ങൾ നിലച്ചില്ല. പുതിയ അന്വേഷണത്തിലൂടെ 2019 ജൂലൈയിൽ എപ്സ്റ്റീനെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ പിന്നീട് 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. കിടക്കവരി ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ ആ രാത്രിയിലെ ജയിലിലെ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നതും അയാൾ തനിച്ചായിരുന്നു എന്നതും ദുരൂഹതയായി മാറുകയാണ്. അയാളുടെ ആത്മഹത്യയായിരുന്നില്ല, പലരുടെയും പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാളെ കൊലപ്പെടുത്തിയതാണ് എന്നടക്കമുള്ള പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് 6 മില്യൺ, അതായത് 60 ലക്ഷത്തോളം വരുന്ന പേജുകളുള്ള വലിയൊരു ഫയലാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയപ്പെടുന്നത്. അതിനകത്ത് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും വീഡിയോകളും അടക്കം എല്ലാം അതിനകത്തുണ്ട്. ഇനിയും ലക്ഷക്കണക്കിന് പല പേജുകളും പുറത്തു വരാനുണ്ട്. മുൻ US പ്രസിഡന്റായിട്ടുള്ള ബിൽ ക്ലിന്റൺ, അതോടൊപ്പം ബ്രിട്ടീഷ് രാജകുടുംബാംഗമായിട്ടുള്ള ആൻഡ്രൂ രാജകുമാരൻ, ഇപ്പോഴത്തെ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അതോടൊപ്പം ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, അങ്ങനെ പല പ്രമുഖരുടെയും പേരുകൾ ഈ ഫയലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ബാക്കി പേജുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇനി ഏതെല്ലാം പ്രമുഖർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മളിനി കണ്ടു തന്നെ അറിയണം. ലോകത്ത് പകൽമാന്യന്മാരായി കൊണ്ട് നടക്കുന്ന പല പ്രമുഖരുടെയും യഥാർത്ഥ തനിനിറം ഒരുപക്ഷെ നാളെ പുറം ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും. നോക്കൂ, ഈ പെൺകുട്ടികളെ ഇവിടേക്ക് പല മോഹവാഗ്ദാനങ്ങൾ പറഞ്ഞ് ഈ പറയപ്പെടുന്ന ദ്വീപിലേക്ക് ഇവിടെ എത്തിച്ചു കൊടുത്തത് ഈ ജിഫ്രി എപ്സ്റ്റൈൻ്റെ സ്വന്തം പങ്കാളി തന്നെയാണ്. ഇവരിപ്പോൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് ജയിലിലാണ്. ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്ത ആ നരാധമന്റെ കൈകളിലേക്കാണ് പരിശുദ്ധ കാബയുടെ ആ കിസ്വകൾ ചെന്നെത്തിയത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ നരാധമന്റെ കൈകളിലേക്ക് എത്തിയെന്നുള്ളത് ഇതുവരെയും ആർക്കും ഒരു വ്യക്തതയുമില്ല.